ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സോഷ്യോളജി മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാരുടെ ഈ ഒരു സബ്ജക്റ്റ്, സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് വളരെ എളുപ്പമാണ് മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും. കാരണം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ 2 മാർക്ക് മുതൽ 8 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 10 മാർക്കിനൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആദ്യത്തെ ഒരു ഭാഗവും പിന്നെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം ആ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്റേഴ്സിനും 1 മുതൽ 15 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തലേ ദിവസമായിരിക്കും ഇട്ട് തരുന്നുണ്ടാവുക. അതെന്തായാലും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, A+ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു B+ ലെവലിലേക്ക് വരാൻ പറ്റും. കാരണം എത്ര മാർക്കാണ്, ഒരു 50 അല്ലെങ്കിൽ ഒരു 60 മാർക്കൊക്കെ വരാൻ പറ്റും. ഓക്കെ അല്ലേ, 50 to 60 ഉള്ളിൽ വരാൻ പറ്റും. ഇനി നമ്മൾ പറയുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 70 മാർക്ക്, അതായത് 70-71 റേഞ്ചിൽ എന്താണ് A+ റേഞ്ചിൽ എന്തായാലും കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ഇവിടെ നമ്മൾ ചാപ്റ്റർ വൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ചാപ്റ്റർ 1 ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള പാഠഭാഗമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ടേം സെൽഫ് റിഫ്ലെക്സിവിറ്റി. സ്വയം പ്രതിഫലനം, അതായത് സമൂഹശാസ്ത്രത്തിന് തൻ്റെ വർക്കിനെ അല്ലെങ്കിൽ തന്നെ എന്താണ് മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കി കാണുന്നതാണ് എന്ത്, സെൽഫ് റിഫ്ലെക്സിവിറ്റി. സ്വയം പ്രതിഫലനം, ആത്മപ്രതിഫലനം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സോഷ്യൽ മാപ്പ് ആൻഡ് ജോഗ്രഫിക്കൽ മാപ്പ്. അതായത് സാമൂഹിക ഭൂപടം എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായ ഭൂപടം എന്താണ്, നമ്മുടെ എന്താണ് ഭൂരൂപത്തിന്റെ സ്വഭാവം അതുപോലെ തന്നെ സ്ഥാന നിർണ്ണയത്തിനൊക്കെയാണ് നമ്മൾ ജോഗ്രഫിക്കൽ മാപ്പ് ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുൻകാല അറിവോ സമൂഹവുമായുള്ള പരിചയമോ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നതിന് ഒരു നേട്ടവും ദോഷവുമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്, സോഷ്യോളജിയുടെ അഡ്വാൻറ്റേജ്, സോഷ്യോളജിയുടെ മുന്നറിവിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് കേട്ടോ എഴുതേണ്ടത്, ഗുണവും ദോഷവും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട് ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കേട്ടോ. 1 വരെയാണ് ഇടാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടണ്ട കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ അതിൽ ഇനി വരുന്ന 1 വേർഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ എക്സാമിൻ്റെ തലേ ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 2 നോക്കാം. ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യ ശാസ്ത്ര ഘടന എന്നുള്ള പാഠഭാഗമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഡെമോഗ്രഫിക് ഡിവിഡൻഡ്? ജനസംഖ്യ ലാഭവിഹിതം എന്താണ് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷനെ 3 ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 0 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർ, 15 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർ, പിന്നെ 65 വയസ്സിന് മുകളിലുള്ളവർ, ഇങ്ങനെ ആയിട്ട് അല്ലേ. അപ്പോൾ ഇതിലെന്താണ് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവരാണ് അല്ലെ. അപ്പൊ ഇവരുടെ ഈ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇവരുടെ ജനസംഖ്യ എന്താണ്, ഈ നോൺ വർക്കിംഗ് ആയിട്ടുള്ളവരുടെ പോപ്പുലേഷനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ, അതായത് വർക്ക് ചെയ്യുന്നവർ കൂടുതലായി കഴിയുകയും നോൺ വർക്കിംഗ് ആയിട്ടുള്ളവർ കുറവാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് എന്ത്, ജനസംഖ്യ ലാഭവിഹിതം അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. അതായത് 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ളവർ കൂടുക, ബാക്കിയുള്ളവർ കുറയുക എന്നുള്ളൊരു പ്രക്രിയ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. റൈറ്റ് എനി 4 റീസൺ ഫോർ ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ. ലിംഗാനുപാതം കുറയാനുള്ള 4 കാരണങ്ങൾ നമുക്കറിയാം. പെൺകുട്ടികളോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ എന്താണ് മാതൃമരണം, മെറ്റേണിറ്റി ഡെത്ത്, പിന്നെ എന്ത് നമുക്ക് പറയാം, അവരോടുള്ള സ്വഭാവം, പെൺഭ്രൂണഹത്യ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. എഴുതാട്ടോ നിങ്ങൾക്ക്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ പോപ്പുലേഷൻ പോളിസി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജനസംഖ്യാ നയം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ജനസംഖ്യാ നയം എന്നാണ് വന്നിട്ടുള്ളത്, 1952 എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യാ നയം വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പറയുന്നത്, മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ജനന നിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് പറയാം ചെറിയ കുടുംബങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ളത്. ഇതിനെന്താണ് അവർ നേട്ടം കൈവരിക്കുകയും ചെയ്തു. അതായത് ജനന നിരക്ക് 23.8 ഉണ്ടായിരുന്നത് 20.2 ആയിട്ട് കുറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം ഇവിടെ അത് എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജനസംഖ്യ വളർച്ചയെ കുറിച്ചുള്ള
മാൽത്തൂസിയൻ സിദ്ധാന്തം വിശകലനം ചെയ്യുകയും ലിബറൽ മാർക്സിസ്റ്റ് പണ്ഡിതന്മാർ ഉയർത്തിയ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. അപ്പൊ ആദ്യം എന്താണ് ഈ ഒരു മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ടുവന്നത് ആരാണ്? തോമസ് റോബർട്ട് മാൽത്തൂസ് ആണ്. ആൾ എന്താണ് അതിൽ പറയുന്നത്? നമ്മുടെ ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജാമിതീയ ക്രമത്തിലാണ്, അതായത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതായത് 2, 4, 8, 16 അതെന്താണ് ഇരട്ടിച്ച് വരിക. പക്ഷെ നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് വരുന്നത്? കാർഷികോൽപാദനം വരുന്നത് എന്താണ്? സമാന്തര ശ്രേണിയിലാണ്, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അതായത് 2, 4, 6, 8, 10 2 വെച്ച് കൂടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ കൂടുകയും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ പോവർട്ടി ഉണ്ടാവും എന്നാണ് ആ തിയറിയിൽ അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിനെതിരെ കുറേ പണ്ഡിതന്മാർ എന്താണ് വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്താ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു സംഭവം മാൽത്തൂസിന്റെ തിയറി ഒന്നല്ല കറക്റ്റ്, മറിച്ച് എന്താണ് നമ്മുടെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള റിസോഴ്സസിന്റെ അസമമായ വിതരണമാണ് എന്തിനുള്ള പ്രശ്നം? നമ്മുടെ പോവർട്ടിക്കുള്ള പ്രശ്നം. അതായത് കുറച്ചുപേര് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ മറ്റ് പലരും എന്താണ് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. ഇതാണ് അതിനുള്ള കാരണം, അല്ലാണ്ട് ഇതല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയും ഉൾക്കൊള്ളിച്ച് എഴുതാം കേട്ടോ. ക്ലിയർ ആണല്ലോ ഈ ഒരു ചാപ്റ്ററും? അടുത്ത ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 3 ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ പെർമനന്റ് ട്രേറ്റ്സ് ആൻഡ് ആസ്ക്രൈബ്ഡ് ട്രേറ്റ്സ് ഓഫ് ട്രൈബൽ ഇന്ത്യ. അപ്പൊ ഇത് നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സമയം കളയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിക്കാം കേട്ടോ. കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കാം. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ഡോമിനന്റ് കാസ്റ്റ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡോമിനന്റ് കാസ്റ്റ്? അതായത് പ്രബല ജാതി എന്നാൽ എന്ത്? പ്രബല ജാതിയുടെ പ്രത്യേകത. ഇത് ആരുടെയാണ് ഈ ഒരു കൺസെപ്റ്റ്? MN ശ്രീനിവാസന്റെ ആണ് കേട്ടോ. അപ്പൊ പ്രബല ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടപ്പിലാക്കിയ ഭൂപരിഷ്കാരങ്ങളിലൂടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ച വലിയ ജനസംഖ്യയുള്ള ജാതികളെയാണ് എന്തെന്ന് പറയാ? നമ്മൾ ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറയാം കേട്ടോ. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടാവും, അംഗസംഖ്യ കൂടുതലായിരിക്കും, രാഷ്ട്രീയ അധികാരം ഉണ്ടായിരിക്കും, അവർക്ക് എന്താണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കും, സാമ്പത്തിക ശക്തിയൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഇനി ടൈപ്സ് ഓഫ് ഫാമിലി നമുക്കറിയാലോ. നമ്മളെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അണുകുടുംബം, കൂട്ടുകുടുംബം, അതുപോലെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ, മേധാവിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്വത്ത് കൈമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ എന്താണ് അവിടെ ബന്ധുത്വം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ബന്ധുത്വത്തിന്റെ വിവിധ രൂപങ്ങൾ, രക്തബന്ധവും വിവാഹബന്ധവും വഴിയുള്ളത്, അതൊക്കെ നോക്കി വെക്കാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത നോക്കാം. ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് കാസ്റ്റ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്. അതായത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ജാതിയുടെ സ്വാധീനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ത് എഴുതേണ്ടത്? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ എന്തുണ്ടായി? ജാതിയുടെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു, അതുപോലെ തന്നെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതിനുള്ള കാര്യമായിട്ട് നമുക്ക് എന്ത് പറയാം? ഉന്നത വിദ്യാഭ്യാസം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉൾക്കൊള്ളിച്ച് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 4 ആണ് ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ കമ്മോഡിറ്റൈസേഷൻ വിത്ത് എക്സാമ്പിൾ. ചരക്കുവൽക്കരണം എന്നാൽ എന്താണ് എന്നുള്ളത്. അതായത് മുൻപ് വിപണിയിൽ കച്ചവടം ചെയ്യാതിരുന്ന സാധനങ്ങൾ എന്താണ് വിൽപ്പന വസ്തുക്കളാകുകയും കമ്പോള സമ്പത്ത് വ്യവസ്ഥയുടെ ഭാഗമായി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയ. അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ളം. പണ്ട് വെള്ളം എന്താണ് ഒരു വിൽപ്പന വസ്തു ആയിരുന്നില്ല. അതുപോലെ ഇവന്റ് മാനേജ്മെന്റ്, ഓക്കെ, കല്യാണം, മാട്രിമോണിയൽ സൈറ്റ്, അതൊക്കെ എന്താണ്? അതൊന്നും പണ്ട് എന്താണ് വിൽപ്പന ചരക്കായിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ എഴുതട്ടെ ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉദാരവൽക്കരണ നയം വിശകലനം ചെയ്യുക. ഇന്ത്യൻ വിപണിയിൽ അതിന്റെ സ്വാധീനം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ് ഉദാരവൽക്കരണം? ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആക്കി വിടുക. അതായത് നമ്മുടെ എക്കണോമി എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ട് വിടുക, സ്വതന്ത്രമാക്കി വിടുക. അതാണ് ഉദാരവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസറിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഒന്നാമതായിട്ട് എന്താണ് ഉദാരവൽക്കരണ നയം, ലിബറലൈസേഷൻ പോളിസി എന്താണെന്ന് എഴുതണം. രണ്ടാമതായിട്ട് മാർക്കറ്റൈസേഷൻ, വിപണിവൽക്കരണം എന്നുള്ളത്. അതുപോലെ എക്കണോമിയിൽ വന്ന ചേഞ്ചസ്, സാമ്പത്തിക രംഗത്ത് ഉണ്ടായ മാറ്റം, അതുപോലെ എന്താണ് ചേഞ്ച് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റം. അത് വെച്ചിട്ട് വേണം ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഗോളവൽക്കരണം പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിപണികളെ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്ന് ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ആഗോളവൽക്കരണം എന്താണ്? ചരക്കുകൾ, പണം, വിവരം, ജനങ്ങൾ എന്നിവയുടെ വ്യാപനമാണ്. അതുപോലെ തന്നെ വിവരങ്ങളുടെ കൈമാറ്റം എന്നുള്ളത്. അപ്പോൾ അതിർത്തി എന്താണ്? ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ സാങ്കേതിക മേഖലയിലുണ്ടായ വളർച്ച എന്താണ്? ആഗോളവൽക്കരണത്തിന് വലിയ പ്രധാന പങ്കാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, വിപണിയുടെ വ്യാപനം, സംയോജനമൊക്കെ എന്താണ്? ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ളതാ. അതുപോലെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം പുഷ്കർ മേള എന്നുള്ളത്. അപ്പോൾ ഈ പുഷ്കർ മേള നടക്കുന്നത് അതിനെന്താണ്? വിദേശികൾ വരെ വരുന്ന ഒരു സംഭവമാണ്. അപ്പം അതെന്തുകൊണ്ടാണ് വരുന്നത്? അവർക്ക് അങ്ങനെ അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആഗോളവൽക്കരണം വഴി, നമ്മുടെ മീഡിയാസ് വഴി, അല്ലേ? മീഡിയാസ് വഴി അവരറിയുന്നു, അവർ ഇവിടെ എത്തുന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാ വാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ നോളജ് വെച്ചിട്ട് വേണം ഈ ഒരു ആൻസർ ചെയ്യാൻ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 5 ആണ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ.
അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് കീ പ്രിൻസിപ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സാമൂഹ്യ ശ്രേണീകരണവും തത്വങ്ങളും വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ് സാമൂഹിക ശ്രേണീകരണം. സമൂഹത്തിലെ ആളുകളെ അവരുടെ പദവിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് പല തട്ടുകളായിട്ട് തിരിക്കുന്നതാണ് എന്ത് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്, ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിന്റെ കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം? സാമ്പത്തിക മൂലധനമാണ്. രണ്ടാമതായിട്ട് സാമൂഹിക മൂലധനം, അതുപോലെ സാംസ്കാരിക മൂലധനം. ഓക്കെ അല്ലേ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ എക്സ്ക്ലൂഷൻ? അനലൈസ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് 2 types ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് സാമൂഹിക ബഹിഷ്കരണം? അതായത് വ്യക്തികളെ എന്താണ് സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. 2 തരമുണ്ട്. നമുക്കറിയാം ജാതി അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ എന്താണ് ലിംഗാടിസ്ഥാനത്തിലും, കാസ്റ്റ് ബേസ്ഡ്, ജെൻഡർ ബേസ്ഡ് കേട്ടോ. അപ്പോൾ അതിനെതിരെ വന്ന പ്രസ്ഥാനങ്ങളൊക്കെ എഴുതണം. ഇപ്പോൾ എന്താണ് അതൊന്നും നിലനിൽക്കുന്നില്ല അല്ലേ? അപ്പോൾ അതിനെതിരെ പോരാട്ടങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം എക്സാമിന് എഴുതാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജാതി ഗോത്ര വിവേചനത്തിനെതിരെ രാഷ്ട്രവും രാഷ്ട്രീയതര സംഘടനകളും എടുത്ത നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പറയാം? രാഷ്ട്രത്തിന്റെ നടപടികൾ എന്തൊക്കെയായിരുന്നു? നിയമങ്ങൾ അല്ലേ, സംവരണം ഏർപ്പെടുത്തിയതുപോലെ ഭരണഘടനയിലെ വ്യവസ്ഥകളിൽ മാറ്റം കൊണ്ടുവന്നു, തൊട്ടുകൂടായ്മയുടെ നിരോധനം, അതുപോലെ തന്നെ 1950, 80, 2006 നിയമങ്ങൾ. അതുപോലെ രാഷ്ട്രീയതര പ്രവർത്തനങ്ങളിൽ നമുക്ക് എന്താ എഴുതാം? ദളിത് പ്രസ്ഥാനങ്ങൾ, സാഹിത്യരംഗത്ത് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ എന്താണ് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പോരാട്ടങ്ങൾ, അതൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 6 ആണ് ദ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്നുള്ള പാഠഭാഗമാണ്. അതിൽ നോക്കാം വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണൽ ഐഡന്റിറ്റി, അതായത് സാമുദായിക സ്വത്വത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. കുറേ പ്രാവശ്യം പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് പ്രാധാന്യം? ഒരു വ്യക്തിയുടെ ആത്മബോധം അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവയെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ സ്വത്വത്തിന്റെ, കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് വളരുന്നത് അല്ലേ? അതുപോലെ ഈ സ്വത്വബോധം വളരുന്നത്, കമ്മ്യൂണൽ ഐഡന്റിറ്റി വളരുന്നത് എങ്ങനെയാണ്? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വ്യക്തികളുടെ ആത്മബോധം സൃഷ്ടിക്കുന്നതും ഭാഷയും സാംസ്കാരിക മൂല്യങ്ങളും പകർന്നു നൽകുന്നതും ഒക്കെ എന്താണ്? നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് വലിയ വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ പങ്ക് എന്താണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലുതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ സിവിൽ സൊസൈറ്റി റൈറ്റ് എക്സാമ്പിൾ. പൗരസമൂഹം എന്താണ് എന്നുള്ളതും അതിന്റെ ഉദാഹരണങ്ങൾ എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൗരസമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രത്തിനും വിപണിക്കും പുറത്തുള്ള, അതുപോലെ തന്നെ എന്താണ് വ്യക്തികൾ സ്വമേധയാ രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളും സംഘടനകളുമാണ് എന്ത് പൗരസമൂഹം എന്ന് വിളിക്കുന്നത്. ഇതെന്താവാൻ പാടില്ല? ഒരു രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഘടന ആകാൻ പാടില്ല. അതുപോലെ തന്നെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാവാൻ പാടില്ല. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് NGO എഴുതാം, അതുപോലെ മതസംഘടനകളൊക്കെ എഴുതാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റീജിയണൽ ആസ്പിറേഷൻ അല്ലെങ്കിൽ പ്രാദേശികവാദം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറൽ ഡൈവേഴ്സിറ്റി, വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാഷാ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിലോ, അതായത് അവർക്ക് എന്താണോ കൂടുതൽ അവരുടെ പ്രദേശത്തോട് സ്നേഹം തോന്നുകയും ബാക്കിയുള്ള പ്രദേശത്തോട് ഒരു വെറുപ്പ് തോന്നുകയൊക്കെ വരുമ്പോൾ അവരെന്താണ് പ്രാദേശികവാദം ഉയർത്തും. അതായത് അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരെന്താണ് അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നുള്ള വാദമോ അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രദേശത്തോടുള്ള ഒരു സ്നേഹം അവർ പ്രകടിപ്പിക്കും. അപ്പോൾ ഇതെന്താണ്? പ്രാദേശികമായി തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും തങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും ഉള്ള വികാരമാണ് എന്ത് പ്രാദേശികവാദത്തിന് കാരണമായിട്ട് വരുന്നത്. ഇത് പിന്നീട് എന്താണ് വിഘടനവാദത്തിലേക്കൊക്കെ നയിക്കും. കാരണം അവർ എന്ത് പറയുകയാണ്? ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം. അതാണ് വിഘടനവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം ഇവിടെ ആൻസർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ചാപ്റ്റർ 7 ആണ് സജഷൻസ് ഫോർ പ്രോജക്റ്റ് വർക്ക്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ മെനി ഡിഫറെൻറ്റ് റിസർച്ച് മെത്തേഡ്സ്. വാട്ട് ആർ ദി എക്സ്പ്ലെയിൻ? ഗവേഷണ രീതികൾ പലതരം ഉണ്ട്. അവ ഏതെല്ലാമാണ് വിശദീകരിക്കാനാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം? സർവേ മെത്തേഡ്. അപ്പോൾ എന്താണ് സർവേ മെത്തേഡ്? അതുപോലെ തന്നെ സർവേ മെത്തേഡിന്റെ ഗുണവും ദോഷവും നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം? ഇന്റർവ്യൂ. അപ്പോൾ ഇന്റർവ്യൂ 2 തരമുണ്ട്, ചിട്ടപ്പെടുത്തിയതും ചിട്ടപ്പെടുത്താത്തതും. അപ്പോൾ അതെന്താണെന്ന് പഠിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഒബ്സർവേഷൻ, അതും എന്താണ് എന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എഴുതാനുള്ളത്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ. ചെറിയ ചാപ്റ്റർ ആണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്റർ 8 നോക്കാം. സ്ട്രക്ചറൽ ചേഞ്ച്, ഘടനാപരമായ മാറ്റമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ ലെഡ് ടു ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ സം സെക്ടേഴ്സ് ഇൻ ഇന്ത്യ സബ്സ്റ്റാൻഷിയേറ്റ്. മലയാളം നോക്കുക. ബ്രിട്ടീഷ് വ്യവസായവൽക്കരണം ഇന്ത്യയിലെ ചില മേഖലകളിൽ അപവ്യവസായവൽക്കരണം എന്നാണ് കേട്ടോ. അവിടെ അപവ്യവസായവൽക്കരണത്തിലേക്ക് നയിച്ചു, സാധൂകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ വന്നതോട് കൂടിയിട്ട് എന്തുണ്ടാവുകയാണ്? നമ്മുടെ ഇന്ത്യയിലെ കൈത്തറി, അതാണ് ഇമ്പോർട്ടൻറ്റ്. കൈത്തറി വ്യവസായമൊക്കെ തകർന്നു. അതിന് പറയുന്ന പേരാണ് എന്ത്? അപവ്യവസായവൽക്കരണം. അവരുടെ ഇൻഡസ്ട്രീസ് ഇവിടെ വന്നതോട് കൂടിയിട്ട് നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള ഇൻഡസ്ട്രീസ് തകർന്ന കാര്യമാണ് ഇവിടെ സാധൂകരിച്ച് എഴുതേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ പഴയ സിറ്റീസ് ആയിട്ടുള്ള
സൂറത്ത്, മസൂലിപട്ടണം ഒക്കെ തകരുകയും പുതിയ സിറ്റീസ് വരികയും ചെയ്തു. ബോംബെ, മദ്രാസ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വളർന്നു വരികയും ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേണം അവിടെ എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ, വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും എന്താണ് എന്നുള്ളതാണ്. വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആവശ്യശക്തിയോ വൈദ്യുത ശക്തിയോ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം നടത്തുന്നതിന് നമ്മൾ എന്ത് പറയും, വ്യവസായവൽക്കരണം. നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ജനങ്ങൾ തൊഴിൽ തേടി ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുന്നതിനെയാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമറൈസ് ദ വ്യൂ ഓഫ് MSA റാവു റിഗാർഡിംഗ് ദ അർബൻ ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ വില്ലേജസ്. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ നഗര ആഘാതത്തെ കുറിച്ചുള്ള MSA റാവുവിന്റെ വീക്ഷണം സമഗ്രഹിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് ആൾ എന്താ പറയുന്നത്, ഗ്രാമങ്ങളിലെ ജനങ്ങൾ എന്താണ്, തൊഴിൽ അന്വേഷിച്ച് നഗരങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ അതാണ് ഒരു ഇമ്പാക്ട്. രണ്ടാമതായിട്ട് എന്താണ്, വ്യാവസായിക നഗരങ്ങൾക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളൊക്കെ എന്താണ്, നഗരങ്ങളായിട്ട് മാറുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും അല്ലെ. വലിയ വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമങ്ങളൊക്കെ എന്താണ്, വ്യവസായവൽക്കരണത്തിൽ ഏർപ്പെട്ട് എന്താണ്, നഗരവൽക്കരണം അവിടെ സാധ്യമാകും എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് എന്ത് പറയുന്നത്, മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ വളർച്ചയും. അപ്പൊ ഈ കാര്യങ്ങളാണ് അവിടെ സമറൈസ് ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 9 ആണ് കൾച്ചറൽ ചേഞ്ച്, സാംസ്കാരിക മാറ്റം എന്നുള്ള പാഠഭാഗം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ സാൻസ്ക്രിറ്റൈസേഷൻ, എക്സ്പ്ലെയിൻ ദ ക്രിറ്റിസിസം ലെവൽഡ് എഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് സംസ്കൃതവൽക്കരണം ആരുടെയാണ്, നമുക്കറിയാം MN ശ്രീനിവാസന്റെ ആണല്ലേ. എന്താ സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ, അതായത് താഴ്ന്ന ജാതിയിലോ ഗോത്രത്തിലോ പെട്ടവർ ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതശൈലിയും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അനുകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയാം, സംസ്കൃതവൽക്കരണം എന്ന് പറയാം. ഇതിനെതിരെ കുറേ എന്ത് വന്നിട്ടുണ്ട്, ക്രിറ്റിസിസം അല്ലെങ്കിൽ എന്താണ്, വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം, സംസ്കൃതവൽക്കരണം സാമൂഹ്യ ചലനാത്മകതയെ അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിനെ എന്താണ്, പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതി ഉയർന്നതാണ്, അതുപോലെ താഴ്ന്ന ജാതിക്കാരുടെ താഴ്ന്നതാണ് എന്നുള്ളൊരു സങ്കല്പം ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നു എന്നുള്ളതും. അതുപോലെ അസമത്വം, ബഹിഷ്കരണം എന്നിവയിൽ എന്താണ്, അധിഷ്ഠമായിട്ടുള്ള ഒരു മാതൃകയെ ന്യായീകരിക്കുകയാണ് ഇത് ചെയ്തത് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ജാതി വിവേചനത്തിനും കാരണമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം അവിടെ എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വെസ്റ്റേണൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ? എന്താണ് പാശ്ചാത്യവൽക്കരണവും ആധുനികവൽക്കരണവും? അപ്പൊ ആദ്യം നമുക്ക് എന്താണ് പാശ്ചാത്യവൽക്കരണം എന്ന് നോക്കാം. പാശ്ചാത്യ സംസ്കാരമായും അതുപോലെ ബ്രിട്ടീഷുകാരുമായുള്ള ഇന്ത്യക്കാർക്കുണ്ടായ സമ്പർക്കത്തിന്റെ ഫലമായിട്ട് രാജ്യത്തുണ്ടായ മാറ്റങ്ങളാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ജീൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ എന്താണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളൊക്കെ മാറ്റാണ്. അപ്പൊ വെസ്റ്റേണൈസേഷൻ അവിടെ അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ അടുത്തത് നോക്കാം, ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ സ്വീകരിച്ച സാങ്കേതിക വിദ്യയിലെയും ഉൽപാദന പ്രക്രിയയിലെയും പുരോഗതിയെ ആധുനികവൽക്കരണം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്, പരമ്പരാഗത സമൂഹങ്ങളിൽ നിന്ന് പരിഷ്കൃത സമൂഹത്തിലേക്ക് ഉണ്ടായ പരിവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ആധുനികവൽക്കരണം എന്ന് പറയാം. ഓക്കെ അല്ലേ. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 3 ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ കൊളോണിയൽ ഇന്ത്യ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ സതീഷ് സബർവാൾ. അതായത് സതീഷ് സബർവാൾ ചൂണ്ടിക്കാട്ടിയ കൊളോണിയൽ ഇന്ത്യയിലെ സാമൂഹ്യ മാറ്റത്തിന്റെ 3 തലങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, വിനിമയ രീതിയിൽ വന്ന മാറ്റം. രണ്ടാമതായിട്ട് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, നമ്മുടെ സംഘടനയെ രൂപങ്ങളിൽ വന്ന മാറ്റം. മൂന്നാമതായിട്ട് ദ നേച്ചർ ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ പ്രകൃതം എന്നുള്ളതാണ്. അപ്പൊ ഇത് വിശദീകരിച്ച് എഴുതണം കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ സെക്യുലറൈസേഷൻ ഓഫ് കാസ്റ്റ്? ജാതിയുടെ മതേതരവൽക്കരണം എന്നാൽ എന്ത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? ഒന്നാമതായിട്ട് നമ്മൾ പറയേണ്ട കാര്യം, ഇന്ന് ജാതി വ്യവസ്ഥ എന്താണ്, രാഷ്ട്രീയ സമ്മർദ്ദ ഗ്രൂപ്പുകളാണ് എന്ന് നമുക്ക് പറയാം. അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ജാതി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ രാഷ്ട്രീയക്കാർക്ക് ജാതി അധികാരത്തിലെത്താനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് മാറുന്നത്. അതുപോലെ ജാതി അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജാതിയുടെ ധർമ്മത്തിലുണ്ടായ ഇത്തരത്തിലുള്ള മാറ്റത്തെയാണ് എന്തെന്ന് പറയാം, ജാതിയുടെ മതേതരവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 10 ആണ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. അതായത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് അധികാരമാണ് പറയേണ്ടത്, വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതണം. അപ്പൊ അതെന്തായാലും വിശദീകരിച്ച് എഴുതണം. നമ്മളെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതെന്തായാലും വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവും, അതുപോലെ എഴുതാട്ടോ. അപ്പൊ എന്തായാലും സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ അബൌട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി 73rd അമെൻമെന്റ്. 73ാം ഭേദഗതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 73ാം ഭേദഗതിയിലൂടെയാണ് എന്ത് വരുന്നത്, പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിസർവേഷൻ ഓഫ് സീറ്റ്. ആർക്കാണ് റിസർവേഷൻ കൊടുക്കുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റിനും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബിനും. അതിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അതുപോലെ തന്നെ 74th അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അർബൻ ഏരിയാസിൽ, നഗരപാലികയാണ് 74th
74th അമെൻമെന്റ് വരുന്നത്. 73rd അമെൻമെന്റിനെ കുറിച്ച് നിങ്ങൾ അതിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ന്യായ പഞ്ചായത്ത് ആൻഡ് വാൻ പഞ്ചായത്ത്. അപ്പം എന്താണ് ന്യായ പഞ്ചായത്ത്? ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയൊന്നും കാണില്ല, നോർത്തിലോട്ടൊക്കെയാണ് അത് കോമൺ ആയിട്ടുള്ളത്. അപ്പം ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സിവിൽ ക്രിമിനൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്താണ് ന്യായ പഞ്ചായത്ത്. ഇവർക്ക് എന്താണ്, ശിക്ഷ നൽകാനുള്ള അധികാരമൊന്നുമില്ല, പക്ഷെ പിഴ ചുമത്താനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം, അതുപോലെ ഗാർഹിക പീഡനമൊക്കെ ഇതിൽ പെടുന്ന കേസുകളാണ്. ഇനി വാൻ പഞ്ചായത്ത് എന്താന്ന് നോക്കാം. വാൻ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വനനശീകരണത്തിനെതിരെ ഉത്തരാഖണ്ഡിലെ സ്ത്രീകൾ ആരംഭിച്ചതാണ് ഈ വാൻ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. അവർ ചെടി തൈകളും വൃക്ഷ തൈകളൊക്കെ നട്ടു വളർത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിയമവിരുദ്ധമായി മരം മുറിക്കുന്നതിനെതിരെയൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സംഘടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് എന്ത് വരുന്നത്, ചിപ്കോ മൂവ്മെന്റ് വന്നത്, നമുക്കറിയാലോ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ റോൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ് ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദി ഡെമോക്രാറ്റിക് പ്രോസസ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇവിടെ എഴുതേണ്ട കാര്യം എന്താണ്? അപ്പൊ ആദ്യ സമ്മർദ്ദ സംഘങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കണം നമ്മൾ. വ്യത്യസ്ത താല്പര്യ സംഘങ്ങൾ എന്താണ്, രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യം പോലെ ആവില്ല മറ്റ് സംഘടനകളുടെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പൊ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് തോന്നലുണ്ടാകുമ്പോൾ ചില ഗ്രൂപ്പുകൾ എന്താണ്, ബദൽ പാർട്ടികൾ രൂപീകരിക്കുകയും ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. ഇവർക്ക് എന്താണ്, ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യത്തിന്റെ വലിയ പങ്കാണുള്ളത്. അതായത് ജനങ്ങളുടെ ആധിപത്യമാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊന്നും ഇല്ലെങ്കിൽ എന്താണ്, ജനാധിപത്യം നശിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വേണം അവിടെ എഴുതാൻ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 11 ആണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി, ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ബെഗാർ സിസ്റ്റം എന്താണ് എന്നുള്ളത്, ബെഗാർ സംവിധാനം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ബെഗാർ സംവിധാനം? അതായത് താഴ്ന്ന ജാതികളിൽപ്പെട്ടവർ വർഷത്തിൽ ചില നിശ്ചിത ദിവസങ്ങൾ ഗ്രാമത്തിലെ ജമീന്ദാർമാർക്ക് വേണ്ടി സൗജന്യമായി പണിയെടുക്കുന്നതാണ് ഈ ബഗാർ സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 3 ഇമ്പോർട്ടന്റ് ലാൻഡ് റിഫോം ലോസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ 3 സുപ്രധാന ഭൂപരിഷ്കരണ നിയമങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെന്താണ് ഇവിടെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജമീന്ദാരി സമ്പ്രദായവും അതുപോലെ തന്നെ റയോത്വാരി സമ്പ്രദായവും. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ നിയമങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കാരങ്ങൾ 3 തരമാണ് നമുക്ക് പറയാം. ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി എന്നുള്ളതാണ്. അതുപോലെ ഭൂപരിധി നിയമങ്ങൾ കൊണ്ടുവന്നു, ലാൻഡ് സീലിംഗ് ആക്ട് ആണ്. മൂന്നാമതായിട്ട് കുടിയായ്മ അവസാനിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ അതൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് നോക്കാം, ബെനാമി ട്രാൻസ്ഫർ എന്താണ് എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ബെനാമി ട്രാൻസ്ഫർ? അതായത് ധാരാളം ഭൂമി കൈവശം ഉണ്ടായിരുന്ന ഭൂവുടമകൾ തങ്ങളുടെ ഭൂമി ഭൂപരിധി നിയമം മൂലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവ ബന്ധുക്കൾക്കും മറ്റ് വീട്ടിലുള്ള സെർവൻസിന്റെ പേരിൽ വരെ എഴുതി വെക്കുന്നതാണ് ഈ ബെനാമി കൈമാറ്റം എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം, തൊഴിൽ സംക്രമണം എന്താണ് എന്നുള്ളതാണ്. സർക്കുലേഷൻ ഓഫ് ലേബർ, അതായത് കർഷക തൊഴിലാളികൾ കൃഷിയുടെ സീസൺ അനുസരിച്ച് അന്യദേശങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് കുടിയേറുകയും കൃഷിയുടെ സീസൺ കഴിയുമ്പോൾ അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയാ, സർക്കുലേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ആർ ദ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് അത്യാവശ്യം വലിയ മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് 1960കളിലും 70കളിലും ഭക്ഷ്യപ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ്. അപ്പൊ അതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് എന്താണ്, സമ്പന്ന കർഷകരുടെ ജീവിതം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു. പക്ഷേ ഇതിലെന്താണ്, നേട്ടം ലഭിക്കാത്തവരുണ്ടായിരുന്നു, അവരെന്താണ് താഴ്ന്നു പോയി എന്നുള്ളതാണ്. അതുപോലെ സമ്പന്നര് കൂടുതൽ സമ്പന്നരും ദരിദ്രര് കൂടുതലും ദരിദ്രരുമായി എന്നുള്ളത്. അതുപോലെ ഇവർ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതുപോലെ തന്നെ ഈ ടില്ലർ, ട്രാക്ടർ, മെതിയന്ത്രം, കൊയ്ത്ത് യന്ത്രം തുടങ്ങിയവ മൂലം സേവന ജോലികൾ ജീവിച്ചിരുന്ന ജാതി വിഭാഗങ്ങൾക്ക് തൊഴിൽ നഷ്ടമായി എന്നുള്ളത്. അതുപോലെ കുടിയാന്മാരായ കൃഷിക്കാരുടെ കുടിയൊഴിപ്പിക്കലിനും ഇത് കാരണമായി. അപ്പൊ ഈ കാര്യങ്ങൾ വേണം ഇവിടെ എഴുതാൻ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചാപ്റ്റർ 12 നോക്കാം, ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംഘടിത മേഖലയും അസംഘടിത മേഖലയും വേർതിരിക്കാനാണ്. ഡിഫറൻഷിയേറ്റ് ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം, സംഘടിത മേഖല എന്താണ് എന്നുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് 10 അതിലധികമോ ആളുകൾ വർഷം മുഴുവൻ പണിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ഇവ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ ഇത് അവിടെ നിന്ന് ലഭിക്കണം. അപ്പൊ അങ്ങനെയുള്ള മേഖലയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. അസംഘടിത മേഖല എന്ന് പറഞ്ഞാൽ 10 പേരിൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാത്ത സ്ഥാപനങ്ങളാണ്. അവിടെ ഒരു സുരക്ഷയും തൊഴിൽ സുരക്ഷയും ഉണ്ടായിരിക്കില്ല.
അപ്പോൾ അവിടേക്ക് അത് എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ടൈലറിസം. അതായത് ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ആശയം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ്, ടൈലറുടെ കൺസെപ്റ്റ് ആണ് ഇതില്ലേ. അപ്പോൾ അതെന്താണ്, ഫാക്ടറികളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രീയ മാർഗം ആണ് എന്ത്, ഈ ടൈലറിസം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണിത് ഈ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ തിയറി, അതായത് ഫെഡറിക് വിൻസ്ലോ ടൈലർ ആണ് കേട്ടോ. ഒരു സ്ഥാപനത്തിലെ ജോലി തൊഴിലാളികൾക്ക് വിഭജിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സ്റ്റോപ്പ് വാച്ചിന്റെ സഹായത്തോടെ തൊഴിലാളികളുടെ സമയം ചിട്ടപ്പെടുത്തുകയും ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട ജോലി തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്താണ് ഈ ഒരു സമ്പ്രദായം ഫാക്ടറികളിൽ കൊണ്ടുവരാം. ഓക്കെ, ഓരോ തൊഴിലും ഓരോരുത്തർക്ക് വിഭജിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഈ പ്രക്രിയ മൂലം കമ്പനികളിലെ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെലവ് ചുരുക്കിക്കൊണ്ടുള്ള നല്ല ലാഭം നേടാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഒരു തിയറിയാണത്. ഓക്കെ, അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ടൈം സ്ലേവറി ഇൻ ദ IT സെക്ടർ. IT മേഖലയിലെ സമയ അടിമത്തം ഹ്രസ്വമായി വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് സമയ അടിമത്തം? IT കമ്പനികളിലെ ജോലി സമയം എന്താണ്, 10 മുതൽ 12 മണിക്കൂറാണ്. അതായത് കൃത്യസമയത്ത് പ്രോജക്റ്റ് പൂർത്തിയായില്ലെങ്കിൽ ഓഫീസിൽ രാത്രി താമസിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയാം, നൈറ്റ് ഔട്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ കൃത്യസമയത്ത് പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നു. അതിനെയാണ് സമയ അടിമത്തം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി ബൈ ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഇന്ത്യൻ വ്യവസായത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? ഇതൊക്കെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാർക്കിന് ചോദിക്കുകയും ചെയ്യും. അതുപോലെ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മൊത്തം ഇവിടെ നിങ്ങൾക്ക് എഴുതാട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചാപ്റ്റർ 13 നോക്കാം. ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി അനലൈസ് ദി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനത്തെ വിമർശനാത്മകമായി വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ വഴി എന്തുണ്ടായി, ഇന്ത്യൻ കൾച്ചർ ഡിമിനിഷായി, അല്ലെങ്കിൽ എന്താണ് അത് താഴ്ന്നു പോയി എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ എന്താണ് പാശ്ചാത്യ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനോട് കൂടുതൽ എന്താണ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീൻസ് ഉപയോഗം, അതുപോലെ നമ്മൾ മാഗി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുഡല്ല അത് അല്ലേ. അപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ അതാണ് ഒരു മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം, ഹോമോജനൈസേഷനും ഗ്ലോക്കലൈസേഷനും. ഗ്ലോക്കലൈസേഷൻ എന്ന് തന്നെയാണ് അതിന്റെ മലയാളം. അതുപോലെ ഹോമോജനൈസേഷൻ ഏകാത്മകത എന്നുള്ളതാണ്. എല്ലാ സംസ്കാരങ്ങളും സമാനമായി തീരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഏകാത്മകത എന്ന് പറയുന്നത്. അത് ആഗോളവൽക്കരണ ഫലമായിട്ടുണ്ടായതാണ്. അതുപോലെ ഗ്ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലരുന്നതിനെയാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സംസ്കാരത്തിന്റെ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഉൽപ്പന്നം വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് പ്രാദേശിക സംസ്കാരം ഉപയോഗിക്കുന്നതിനെയാണ് അത് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മൊത്തം ഇവിടെ എന്ത് ചെയ്യണം, റിഫ്ലക്ട് ചെയ്ത് എഴുതണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ദ ലിബറലൈസേഷൻ എഫക്റ്റഡ് എംപ്ലോയ്മെന്റ് പാറ്റേൺസ് ഇൻ ഇന്ത്യ. അതായത് ഉദാരവൽക്കരണം ഇന്ത്യയിൽ തൊഴിൽ രീതികളെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാം, ആഗോളവൽക്കരണത്തെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിലും ഒരു പുതിയ തൊഴിൽ വിഭജനം ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് 3ാം ലോക നഗരങ്ങളിൽ കൂടുതൽ ഉൽപാദനവും തൊഴിലും നടക്കുന്നുണ്ട്. എവിടെ? തേർഡ് വേൾഡ് കൺട്രീസിൽ കേട്ടോ. അതുപോലെ പുറം തൊഴിൽ കരാറും ഔട്ട്സോഴ്സിംഗ് കരാറ് തൊഴിലുകളും ഉയർന്നു വന്നു എന്നുള്ളതാണ്. അതുപോലെ നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളിലെ യുവാക്കൾക്ക് ആഗോളവൽക്കരണവും വിവര സാങ്കേതിക വിദ്യയിലെ വിപ്ലവവും പുതിയ തൊഴിലവസരങ്ങൾ നൽകിയിട്ടുണ്ട്. സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് ഉന്നതമായ തൊഴിലവസരങ്ങൾ നൽകി, പക്ഷേ മറ്റ് വിഭാഗങ്ങൾക്ക് എന്താണ്, തൊഴിലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ആഗോളവൽക്കരണത്തിന്റെ ഇതിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രികളിൽ വന്നിട്ടുള്ള മാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾക്കൊള്ളിച്ച് എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച് ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണം മൂലം ലോകത്ത് സംഭവിച്ച സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതിനനുസരിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ ചേഞ്ചസിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ലോകത്തിന്റെ തകർച്ച, അതായത് USSR തകർന്നത് നമ്മൾ പൊളിറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ സെക്കൻഡ് പറയേണ്ടത് അന്തർദേശീയവും പ്രാദേശികവുമായ സംഘടനകളുടെ രൂപീകരണം. അതുപോലെ ഗവൺമെന്റ് സംഘടന, അന്തർദേശീയ ഗവൺമെന്റ് ഇതര സംഘടനയ്ക്ക് ഉയർന്നു വന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. അതുപോലെ ഇനി സാമ്പത്തികമായിട്ടുള്ള മാറ്റം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് 1991 ഇന്ത്യയിൽ എന്താണ് ഈ ഒരു പോളിസി പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഉദാരവൽക്കരണം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഉദാരവൽക്കരണത്തിന്റെ സാമ്പത്തിക നയം, രാജ്യാന്തര കോർപ്പറേഷനുകൾ, ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ, ഭാരരഹിത സമ്പദ് വ്യവസ്ഥ, ധനകാര്യത്തിന്റെ ആഗോളവൽക്കരണം എന്നിവയാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന സാമ്പത്തിക മാനങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ എല്ലാം ഉൾക്കൊള്ളിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇതൊക്കെ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചാപ്റ്റർ 14 നോക്കാം. മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബഹുജന മാധ്യമങ്ങളും വിനിമയവും. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിജിറ്റൽ ഡിവൈഡ്. ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ വിഭജനം എന്ന് പറഞ്ഞാൽ
ഈ മാസ് മീഡിയ ബഹുജന മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന റീജിയൻ അല്ലെങ്കിൽ അവർക്ക് ആക്സസ് ഉള്ള റീജിയണും ഇല്ലാത്ത റീജിയണും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഈ അന്തരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഡിജിറ്റൽ വിഭജനം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിൽ പത്രങ്ങളുടെ പങ്ക് വിശകലനം ചെയ്യാനാണ്. അപ്പോൾ 19ാം നൂറ്റാണ്ടിലാണ് എന്ത് വരുന്നത്, പത്രങ്ങൾ വരുന്നത്. അതോടുകൂടിയിട്ട് തന്നെ എന്താണ്, സാക്ഷരതയിൽ വലിയ കുതിച്ചുചാട്ടാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ലോകത്തിലുള്ള ജനങ്ങൾ എന്താണ് ഒരേ ന്യൂസ് വായിക്കാൻ തുടങ്ങി അല്ലേ, എല്ലാവരും ഒരേ ന്യൂസ് വായിക്കാൻ തുടങ്ങി. ഇത് എന്തിനുള്ള കാരണമായി, ദേശീയതയുടെ വളർച്ചയ്ക്കുള്ള ഒരു കാരണമായി എന്നുള്ളതാണ്. വി ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേണം അവിടെ എഴുതാൻ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 15 ആണ് സോഷ്യൽ മൂവ്മെന്റ്സ്, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്നുള്ള പാഠഭാഗം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെയിൻ തിയറീസ് അബൌട്ട് സോഷ്യൽ മൂവ്മെന്റ്സ്. സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തങ്ങൾ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ സിദ്ധാന്തം ഏതാണ്, നമ്മുടെ മാൻഗർ ഓൾസൺ തിയറിയാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഓക്കെ, അതിൽ രണ്ടാമതായിട്ട് പറയുന്നത് തിയറി ഓഫ് റിലേറ്റീവ് ഡിപ്രിവേഷൻ. മൂന്നാമതായിട്ട് റിസോഴ്സ് മൊബിലൈസേഷൻ തിയറിയാണ്. അപ്പം അതിൽ മലയാളം പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്ന തിയറി എന്ന് പറയുന്നത് മാൻഗർ ഓൾസന്റെ സിദ്ധാന്തം, രണ്ടാമതായിട്ട് ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തം, മൂന്നാമതായിട്ട് വിഭവ സജ്ജീകരണ സിദ്ധാന്തം. എന്താണെന്ന് എഴുതണം കേട്ടോ, വിവരിച്ച് എഴുതണം അത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ട്രൈബൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗോത്രവർഗ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലുകൾ സഹിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത്, ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ മധ്യഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇവർ സ്ട്രഗിൾസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് കൊണ്ടുവന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ജാർഖണ്ഡിന്റെ കാര്യമൊക്കെ ഇവിടെ എഴുതണം കേട്ടോ, ജാർഖണ്ഡ് സ്റ്റേറ്റ് ഫോർമേഷന്റെ കാര്യം, അതുപോലെ ബിർസ മുണ്ടയുടെ സ്ട്രഗിളും കാര്യങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ച് എഴുതുക. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് പെസന്റ് ആൻഡ് ഇക്കോളജിക്കൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ കർഷക പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് പെസന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് കർഷക മൂവ്മെന്റ് ആയിട്ട് എന്തൊക്കെ പറയാം, നമ്മുടെ ബംഗാളി റിവോൾട്ട്, ഇൻഡിഗോ പ്ലാന്റേഷനെതിരെ, അതുപോലെ തന്നെ ഡെക്കാൻ റിയോട്ട്, ബർദോളി സത്യാഗ്രഹ, ചമ്പാരൻ സത്യാഗ്രഹ, ഈ കാര്യങ്ങളൊക്കെ അവിടെ എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇക്കോളജിക്കൽ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, ചിപ്കോ മൂവ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ, ഏത് മൂവ്മെന്റ് ആണ്, മേധാ പട്കർ നടത്തിയതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഉൾക്കൊള്ളിച്ച് എഴുതാം. ഇത് നിങ്ങൾ പ്ലസ് 2 പൊളിറ്റിക്കൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, അതും നമ്മുടെ ഈ സോഷ്യോളജിയിലെ 15ാമത്തെ ചാപ്റ്റർ എന്താണ്, സെയിം ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്, നമ്മുടെ +2 സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല മാർക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ B+ ലെവലിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇത് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ B+ അല്ല, അതിലപ്പുറം കിട്ടും. എന്നാലും ഞാൻ മിനിമത്തിൽ പറയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, നമ്മുടെ 1 വേർഡും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറാണ് A+ കേട്ടോ. അപ്പം എന്തായാലും നന്നായിട്ട് പഠിക്കുക. എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എക്സാം നന്നായിട്ട് എഴുതുക കേട്ടോ.